സ്നേഹമുള്ളവരെ, നാമൊക്കെ ഏറെ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും നമ്മുടെ ഇടവകയിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളും അതിനൊരുക്കമായിട്ടുള്ള നോവേന ദിവസങ്ങളിലൂടെയും നാം കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നാം ഓർത്തേക്കാം, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് എ പാരിഷ് ഫെസ്റ്റ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ്? Before we think about the relevance or significance of celebrating a parish fest, first of all, let us think, why does the church recommend or promote the parish fest? There are 4 reasons to celebrate the parish fest. First, it is an occasion to thank God for all the favors we have received in our life. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു താങ്ക് ഗോഡ്. അവർ പാരിഷ് ആസ് എ ഫാമിലി വി ആർ താങ്കിങ് ഗോഡ്. ഇതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഇടവകയുടെ തിരുനാൾ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് റീസൺ ഈസ് ഇറ്റ് ഈസ് ആൻ ഒക്കേഷൻ ടു ഗ്രോ ഇൻ ഫെയ്ത്ത് ഓർ ഡീപ്പൻ ഇൻ ഫെയ്ത്ത്. ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസ വളർച്ചയ്ക്കുള്ള ഒരവസരമാണ്, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരവസരമാണ്. ഈ 9 ദിവസത്തെ നോവേനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വചന സന്ദേശങ്ങളിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് സഭ ക്രമീകരിച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ പാരിഷ് ഫെസ്റ്റിനെ പലപ്പോഴുമൊക്കെ വിശേഷിപ്പിക്കുക, Parish Fest is an occasion of the faith formation of the parish community എന്ന്. It is an occasion for the faith formation of the parish community. നമ്മുടെ വിശ്വാസ പരിശീലനം നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ഫെയ്ത്ത് ഫോർമേഷൻ്റെ ഒരു അവസരമാണ് എങ്കിൽ പാരിഷ് ഫെസ്റ്റ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ ദ ഫെയ്ത്ത് ഫോർമേഷൻ ഓഫ് ദ പാരിഷ് കമ്മ്യൂണിറ്റി എന്ന്. ദ തേർഡ് റീസൺ ടു സെലിബ്രേറ്റ് ദ പാരിഷ് ഫെസ്റ്റ് is an occasion of the profession of faith or proclamation of faith of the parish community. ഇടവക സമൂഹം ഒന്നു ചേർന്ന് തങ്ങളുടെ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ് ഇടവകയുടെ തിരുനാൾ എന്നത്. The fourth reason is it is an occasion to build the parish community. It will help us to create a sense that we are one. Is our family. ഇടവക എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഒരു രൂപീകരണത്തിന് ഏറെ സഹായിക്കുന്നതാണ് ഇടവകയുടെ തിരുനാൾ ആചരണങ്ങളെന്ന്. These are the 4 reasons why the church recommend a parish fest. First of all, it is an occasion to thank God. It is an occasion to deepen or foster our faith. It's an occasion to build the parish community. It's an occasion for the profession of faith. ഇതുകൊണ്ട് തന്നെയാണ് ഏറെ വേദനകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും നമ്മുടെ ഇടവകയിൽ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കുന്നതും ഈ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള 9 ദിവസ നോവേനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതും. ഐ നോ ടുഡേയ്സ് ഹോളി കുർബാന ഈസ് വെരി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു അവർ ഫെയ്ത്ത് ഫോർമേഷൻ സ്റ്റുഡൻസ്, അവർ CCD സ്റ്റുഡൻസ്. There are 3 dimensions of faith formation program. First of all, there is a celebrative dimension, there is a formative dimension, and also there is a social dimension or a community dimension of the community. ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക്, ഒരു സെലിബ്രേഷൻ്റെ, ഒരു ആഘോഷത്തിൻ്റെ, ഒരു ആരാധനയുടെ ഒരു രീതി, അതുപോലെ തന്നെ ഒരു പരിശീലനത്തിൻ്റെ, വിശ്വാസ പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. There is a celebrative dimension, there is a formative dimension, and also there is a social dimension. ഇടവക തിരുനാളും ഈ 3 തലങ്ങളിലുള്ള ഒരു ആചരണമാണ്. അതിനകത്തൊരു ആഘോഷമുണ്ട്, അതിനകത്തൊരു പരിശീലനമുണ്ട്, അതിനകത്തൊരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയുണ്ട്. ഞാൻ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ ഇടവകയിൽ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അത് ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക്, ഇടവക കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സമൂഹ രൂപീകരണത്തിന്, വളർച്ചയ്ക്ക്, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് ഒക്കെ കാരണമാകട്ടെ എന്ന്. നമുക്കറിയാം, അൽഫോൻസാമ്മയോട് നമുക്കൊക്കെ ഒരു ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. വി ഓൾ ഹാവ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടു സെയിൻറ്റ് അൽഫോൻസ. ഷീ ഈസ് ദ ഫസ്റ്റ് സെയിൻറ്റ് ഫ്രം അവർ ചർച്ച്, ഫ്രം അവർ സിറോ മലബാർ ചർച്ച്. She is a saint, the one who lived the last century. അധികം വിദൂരതയിലൊന്നുമായിട്ട് ജീവിച്ച ഒരു വിശുദ്ധയല്ല.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച് നമ്മുടെ സഭയിൽ നിന്നും ആദ്യ വിശുദ്ധ എന്നുള്ള പദവി കരസ്ഥമാക്കിയ അൽഫോൻസാമയോട് നമുക്കൊക്കെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. Why do the Catholic Church venerate the saints in the church? എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിശുദ്ധരുടെ വണക്കം അഥവാ സെലിബ്രേഷൻ തിരുനാളുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്? Why does the Catholic Church venerate the saints in the church? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. There are two reasons the Catholic Church to recommend the veneration of the saints in the church. First, it helps us to ask their intercession to lead a holy or a virtuous life. അവരുടെ ജീവിതത്തിലൂടെ അവരുടെ മാധ്യസ്ഥത്തിലൂടെ ഒരു ഹോളി വെർച്വസ് ലൈഫിനുള്ള മാധ്യസ്ഥം തേടുകയാണ്. We all seek their intercession for a holy and virtuous life. ഈ 9 ദിവസ പ്രാർത്ഥനകളിലൂടെ, നോവേന പ്രാർത്ഥനകളിലൂടെ, തിരുനാളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടാം. വളരെ പ്രത്യേകമായിട്ട് ഈ കൊറോണ വൈറസിൻ്റെയൊക്കെ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അൽഫോൻസാമയോട് നമുക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടാം. വിശുദ്ധരോട് അവരുടെ മാധ്യസ്ഥം തേടുന്നത് സഭ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. The parish first or the help us to ask the intercession of the saints. വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അവസരമാണ് ഇടവകയുടെ തിരുനാൾ ആചരണങ്ങൾ. അതുകൊണ്ടാണ് സഭ വിശുദ്ധരോടുള്ള വണക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. The second reason is the church declares the saints are the real role models in our earthly life here in this world. അവർ നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു റോൾ മോഡലാണ് എന്നാണ് സഭ പ്രഖ്യാപിക്കുന്നത്. ഓരോ വിശുദ്ധരും സഭയ്ക്ക് നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു റോൾ മോഡലായിട്ട് സഭ പ്രഖ്യാപിക്കുകയാണ്. അൽഫോൻസാമയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ഹൗ ഷീ ബിക്കെയിം എ റിയൽ റോൾ മോഡൽ ടു അസ്. നമുക്കറിയാം, അൽഫോൻസാമയെ വിശേഷിപ്പിക്കുക സഹനദാസി എന്നുള്ളതാണ്. ഹെർ ലൈഫ് വാസ് ദ ലൈഫ് ഓഫ് സഫറിങ്. പക്ഷെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, ഫ്രം ഹൂം ഷീ റിസീവ്ഡ് ഓൾ ദിസ് സഫറിങ്. ആരിൽ നിന്നാണ് അൽഫോൻസാമ ഈ സഫറിങ്, ഈ വേദനകളെല്ലാം ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. ഹെർ ലൈഫ് വാസ് റിയലി എ ലൈഫ് ഓഫ് സഫറിങ്. ഷീ റിസീവ്ഡ് ഓൾ ദീസ് സഫറിങ് ഫ്രം ദ ഹാൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് അൽഫോൻസാമ ഈ സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വിത്ത് ഗാഡ് ഐ ആം എ ഹീറോ ഓർ ഹീറോയിൻ, വിത്തൗട്ട് ഗാഡ് ഐ ആം എ സീറോ. വിത്ത് ഗാഡ് ഐ ആം എ ഹീറോ ഓർ ഹീറോയിൻ. ദൈവം കൂടെയുണ്ടെങ്കിലേ നമ്മളൊക്കെ ഹീറോയോ ഹീറോയിനോ ആകുന്നുള്ളൂ. ദൈവം കൂടെയില്ല എങ്കിൽ നമ്മളൊക്കെ വെറും സീറോയാണ്. അൽഫോൻസാമയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ദൈവം കൂടെയുണ്ടായിരുന്നത് കൊണ്ടാണ് വേദനയുടെ നിമിഷങ്ങളിൽ, വേദനയുടെ അവസരത്തിലും അൽഫോൻസാമയ്ക്ക് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അൽഫോൻസാമ നമുക്കൊരു റിയൽ റോൾ മോഡലാകുന്നത് അവിടെയാണ്. I don't know whether you are familiar with a famous book written by Gary Johnson. The name of the book is 15 Minutes of Prayer Solution. 15 Minutes of Prayer Solution എന്ന് പറയുന്ന ഗാരി ജോൺസൺ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. In his book, he challenges, if we are ready to spend 1% of our day to God, God can transform our life. If we are ready to spend 1% of our day to God, God can transform our life. In his book, he explains like this. Every day there are 24 hours with 60 minutes. That means every day there are 1440 minutes. 1% of this 1440 minutes is 14.4 minutes. That means an average 15 minutes. If we are ready to spend 1% of this day to God, that means if we are ready to spend 15 minutes every day to God, our God can transform our life. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ 1% സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് അൽഫോൻസാമ നമുക്ക് ഒരു മാതൃകയായി മാറുന്നത്. She was ready to spend her life. She was ready to spend her life to God, so the God could transform her life.
അൽഫോൻസാമ്മയുടെ ജീവിതം, തൻ്റെ സമയം അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായപ്പോൾ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും ദൈവം മാറ്റം വരുത്തുകയാണ്. നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ആ ഗാരി ജോൺസൺ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ. ആർ യു റെഡി ടു സ്പെൻഡ് 1% ഓഫ് ദ ഡേ ടു ഗാഡ്? ഗോഡ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് എന്ന്. ആർ വി റെഡി ടു സ്പെൻഡ് 1% ഓഫ് അവർ ഡേ ടു ഗോഡ്? നമ്മൾ റെഡിയാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ 1%, ദാറ്റ് മീൻസ് 15 മിനിറ്റ്സ്, 15 മിനിറ്റെങ്കിലും ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വരുത്തുമെന്നുള്ളതാണ്. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ ഇടവകയിൽ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ദ ചർച്ച് റെക്കമെൻഡ് പാരിഷ് ഫെസ്റ്റ് ഈസ് ആൻ ഒക്കേഷൻ ടു താങ്ക് ഗോഡ്, ഈസ് ആൻ ഒക്കേഷൻ ടു ഡീപ്പൻ ഓർ ഫോസ്റ്റർ ഇൻ അവർ ഫെയ്ത്ത്, ഈസ് ആൻ ഒക്കേഷൻ ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി, ഈസ് ആൻ ഒക്കേഷൻ ടു പ്രൊഫസ് അവർ ഫെയ്ത്ത് പബ്ലിക്കലി. നമുക്ക് ഈ ചിന്തകളെല്ലാം ഓർക്കാം. വൈ ഡസ് ദ ചർച്ച് വെനറേറ്റ് ദ സെയിൻസ്? 2 കാര്യങ്ങൾക്കാണ്. ടു സീക്ക് ദെയർ ഇൻ്റർസെഷൻ ആൻഡ് ഓൾസോ ഡിക്ലെയർ ദേ ആർ അവർ റിയൽ റോൾ മോഡൽസ്. നമുക്ക് ഓർക്കാം, അൽഫോൻസാമ്മ നമ്മുടെ യഥാർത്ഥ മാതൃകയാണ് എന്ന്. ഷീ വാസ് റെഡി ടു സ്പെൻഡ് ഹെർ ലൈഫ് ടു ഗോഡ്, ഷീ വാസ് റെഡി ടു സ്പെൻഡ് ഹെർ ടൈം ടു ഗോഡ്, സോ ദ ഗോഡ് കുഡ് ട്രാൻസ്ഫോം ഹെർ ലൈഫ്. നമുക്ക് പ്രത്യേകമായിട്ട് അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം തന്നെ ഈ ദിവസങ്ങളിൽ തേടാം. ലെറ്റ് us pray her, let us ask her intercession. Saint Alphonsa, kindly intercede for us and for the whole world to relieve from the sufferings of the coronavirus. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.